Hi everyone, this is Yevin from Evika and iOS 26.5 ആർട്സ് റിലീസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എൻ്റെ ഫോണിൽ വന്നിരിക്കുന്നത് ഏകദേശം 7.45 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് അത്യാവശ്യം ഹ്യൂജ് സൈസിൽ തന്നെയാണ് എല്ലാ ഡിവൈസിലും വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ വാച്ച് OS, വിഷൻ OS, tvOS, macOS, iPadOS എന്നിങ്ങനെ കുറേയധികം പുതിയ സോഫ്റ്റ്വെയർസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 26.5 പറ്റി സംസാരിക്കാം. ഇതേപോലുള്ള ആപ്പിൾ കോണ്ടൻസ് നിങ്ങൾക്ക് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കിടിലം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ലോഡ് ചെയ്യാമെന്ന് വെയിറ്റ് ചെയ്യാം. മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേർഷൻ്റെ ആ ഒരു പേര് കാണാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് ബിൽ നമ്പർ റിവീൽ ആവുന്നത്. iOS 26.5 23F75 എന്നാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു RCയിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫോൺ കൊണ്ട് അപ്ഡേറ്റ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബേറ്റ 3 എങ്ങനെയായിരുന്നു നിങ്ങളുടെ കണക്ടിവിറ്റി, ആ സെയിം കണക്ടിവിറ്റി തന്നെയായിരിക്കും ഈ ഒരു RC റിലീസിലും നിങ്ങൾക്ക് വരുന്നത്. ഈ അപ്ഡേറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്പെസിഫിക് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് RCS മെസ്സേജിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. താഴത്തേക്ക് പോയിട്ട് നമ്മുടെ ആപ്സ് എടുത്ത് മെസ്സേജിങ് ഓപ്ഷൻ എടുക്കാം. മെസ്സേജിങ് ഓപ്ഷനിൽ നിങ്ങൾക്ക് സെലക്റ്റഡ് ആയ കാരിയേഴ്സും അതോടൊപ്പം സെലക്റ്റഡ് കൺട്രീസിലാണ് ഈ ഒരു RCS മെസ്സേജ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഒരു കാരിയറിനാണ് RCS മെസ്സേജ് വരുന്നത്. അത് ജിയോ മാത്രമാണ്. RCS മെസ്സേജ് ഓൺ ചെയ്യുകയാണെങ്കിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഓൺ ആണെങ്കിൽ എൻക്രിപ്റ്റഡ് എന്ന് ഇങ്ങനെയും, നോൺ എൻക്രിപ്റ്റഡ് ആണെങ്കിൽ ഇതേപോലെ നോട്ട് എൻക്രിപ്റ്റഡ് എന്നും കാണിക്കും. ഈ രണ്ട് മെസ്സേജസും ഞാൻ ജസ്റ്റ് ഒന്നും ബ്രൈറ്റ്നെസ് കുറച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് എൻക്രിപ്റ്റഡ് ഉണ്ട്, തൊട്ട് പുറത്ത് നിങ്ങൾക്ക് നോട്ട് എൻക്രിപ്റ്റഡ് എന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഡിവൈസിൻ്റെ സെക്യൂരിറ്റിയും അതോടൊപ്പം തന്നെ പ്രിവസി കൂട്ടാനാണ് ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത് വരുന്ന ചേഞ്ച് നമ്മുടെ വാൾപേപ്പർ കളക്ഷനാണ്. ഇപ്പോൾ പുതിയൊരു വാൾപേപ്പർ കളക്ഷൻ ആപ്പിൾ റിലീസ് ചെയ്യേണ്ടത്. ഞാൻ ബേറ്റാസിൽ പറഞ്ഞ പോലെ ഒരു പുതിയ പ്രൈഡ് ലൂമിനൻസ് എന്ന് പറഞ്ഞ വാൾപേപ്പർ കളക്ഷനാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. പുതിയൊരു വാൾപേപ്പറിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈഡ് എന്ന് പറഞ്ഞ വാൾപേപ്പർ കളക്ഷനാണ് പുതിയ വന്നിരിക്കുന്നത്. ഇവിടെ ടാപ്പ് ചെയ്യാം. കുറച്ചധികം കളർ സെലക്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ജസ്റ്റ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെയാണ് കളർ വന്നിരിക്കുന്നത്. അതോടൊപ്പം കസ്റ്റം എന്ന് പറയുന്നൊരു കളർ ഓപ്ഷൻസും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കസ്റ്റം എന്ന് പറഞ്ഞ കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇവിടെ ചൂസ് ചെയ്യാം. ഞാൻ ഗ്രീൻ ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ടോണുള്ള ഈ ഒരു വാൾപേപ്പർ ചൂസ് ചെയ്തു. ആഡ് കൊടുത്തു. സെറ്റ് സ്പെയർ വാൾപേപ്പർ കൊടുത്തു. ഇനി ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് വരുന്നത്. ഇതുകൊണ്ട് കേട്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ആനിമേഷൻ്റെ ആ ഫ്ലോ എന്ന് പറയുന്നത്. ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ലോക്ക് സ്ക്രീനിലേക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് പോയി ജസ്റ്റ് ലോക്ക് ചെയ്തു. കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ആനിമേഷൻ. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഒരു ആനിമേഷനിൽ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ കിട്ടിലൻ ഡെപ്ത് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഫ്രീ ആയിട്ടുള്ള അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം അടുത്ത വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ EU യൂസേഴ്സിനാണ്. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ ആപ്പിൾ ഫസ്റ്റ് ബേറ്റിലൊക്കെ എല്ലാ യൂസേഴ്സിനും കൊടുത്തെങ്കിലും ഇപ്പോൾ സ്പെസിഫിക് EU യൂസേഴ്സിന് വേണ്ടി മാത്രം മാറ്റിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വേറബിൾസിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു മാറ്റം ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഈ പറയുന്ന ഡാറ്റ പുതിയൊരു ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ജനറൽ എടുക്കാം. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടിന്യൂ കാണിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സർട്ടൺ എമൗണ്ട് ഓഫ് മെസ്സേജ് മാത്രമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് 30 ദിവസം, 6 മാസം, 1 കൊല്ലം എന്നിങ്ങനെയുള്ള ടൈം ഫ്രെയിം സെലക്ട് ചെയ്ത് ആ ഒരു സ്പെസിഫിക് ഡാറ്റ മാത്രം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ മേജറായിട്ട് ഫിക്സ് ആയ കുറച്ചധികം ബഗ് ഉണ്ട്.
ഒന്നാമത്താണ് കോൾ കണക്ഷൻ എന്ന് പറയുന്നത്. iOS 26.4.2 പോലും എൻ്റെ പ്രൈമറി ഡിവൈസിൽ കോൾ കണക്ടിവിറ്റി ഭയങ്കര രീതിയിലുള്ള ഡിഫിക്കൽട്ടിയാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഡിസാസ്റ്റർഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫും എനിക്ക് ആ ഒരു അപ്ഡേറ്റിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിൽ വരുമ്പോൾ കോൾ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതോടൊപ്പം നെറ്റ്വർക്കിങ്ങും അത്യാവശ്യം ഇമ്പ്രൂവ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് Type 2 Siri നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഡിവൈസിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ Type 2 Siri വരും. ആ ഒരു Type 2 Siriയിൽ സജഷൻസും ആപ്പിൾ ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് റെക്കമെൻഡേഷൻ തരുന്നത്. കഴിഞ്ഞ അപ്ഡേറ്റുകളും iOS 26.4.1 4.2 നിങ്ങൾക്ക് Type 2 Siri ആക്ടിവേറ്റ് ചെയ്താൽ സജഷൻസ് വരില്ല. ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അതോടൊപ്പം സ്പോർട്സ് സെർച്ച്, ഈ ഒരു സ്പോർട്സ് സെർച്ചിൽ ഞാൻ ജസ്റ്റ് ആപ്പിൾ നിന്ന് ടൈപ്പ് ചെയ്തു. ആപ്പിൾ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതേപോലെ ആപ്പിളിന് റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു കാര്യം നേരത്തെ നമുക്ക് സ്പോർട്സ് സെർച്ചിൽ കറക്റ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബഗ് ഇവിടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകണം. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിയർ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായ ഒരു ബെയ്റ്റിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ഓരോ ബെയ്റ്റാസിലും ഞാൻ ഇതേപോലെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആക്സിഡൻ്റലി ക്യാമറയായിരുന്നു ഓപ്പൺ ആയിരുന്നത്. ആ ഒരു മേജർ ബഗ്, നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു ബഗ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു അപ്ഡേറ്റിൽ പക്കയായിട്ട് അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇതേപോലെ നിങ്ങൾക്ക് ബഗ്ഗുകളും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ആപ്പിൾ തന്നെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിൽ ഓരോ പുതിയ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഓരോ പുതിയ ഇൻസ്റ്റാളേഷൻ വരുമ്പോഴും അതിലുണ്ടാകുന്ന ബഗ്ഗുകളും ബഗ് ഫിക്സും ആപ്പിൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബഗ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഫീൽ ആണെങ്കിൽ ഫീഡ്ബാക്ക് ആപ്പിലൂടെ ആപ്പിളിനെ എന്തായാലും അറിയിക്കണം. ഇനി ഈ ഒരു അപ്ഡേറ്റ് എന്നാണ് ഒഫീഷ്യലി റിലീസ് ആവാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വീക്കിൽ മേ ബി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബഗ് ഉണ്ടെങ്കിൽ iOS 26.5 ഒരു RC2 നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് 11th ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്നത്. അതും മിക്കവാറും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:30 തന്നെ ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും iOS 26.6 ബെയ്റ്റ 1 മേ ബി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 3rd വീക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് iOS 27 ബെയ്റ്റ 1 ജൂൺ 8 WWDC 2026 ശേഷം ആ ഒരു ഇവൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഡെവലപ്പർ ബെയ്റ്റ ലഭിക്കുന്നതായിരിക്കും. ജൂലൈയിലായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് പബ്ലിക് ബെയ്റ്റ ലഭിക്കുക. ആൻഡ് ഓഗസ്റ്റ് മിഡ് ഓഫ് സെപ്റ്റംബർ വരെ ആ ഒരു ബെയ്റ്റാസ് നമുക്ക് പോകും. ആപ്പിളിൻ്റെ ഏറ്റവും മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള സെപ്റ്റംബർ ഇവൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും iPhone 18 ലോഞ്ചിൻ്റെ അടുത്ത് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള iOS 27 ലഭിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ സെയിം പാറ്റേൺ അനുസരിച്ചാണ് ഈ ഒരു പ്രഡിക്ഷൻ നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളൊരു ബെയ്റ്റ യൂസർ ആണെങ്കിൽ മാത്രം ചെയ്യുക. എല്ലാ ബെയ്റ്റാസും ചെയ്യുന്ന ഒരു ഡെവലപ്പർ ആണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് എന്തുകൊണ്ടും ചെയ്യാം. ഫീച്ചേഴ്സ് നേരത്തെ ആക്സസ് ചെയ്യണം എന്ന് കരുതി നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ഈ ബെയ്റ്റാസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യരുത്. അൺലെസ് ഇപ്പോൾ നമ്മളെപ്പോലെ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ബഗ് വരാനും ബാറ്ററി ഡ്രെയിൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കുറേയധികം കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ മേക്ക് ഷുവർ നിങ്ങളുടെ സെക്കൻഡറി ഫോണിലും അതോടൊപ്പം ഡെവലപ്പർ ആണെങ്കിൽ മാത്രം ബെയ്റ്റാസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം പെർഫോമൻസ് എനിക്ക് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വേറെ ബഗ്ഗോ ക്ലട്ടറിങ്ങോ ആസ് ഓഫ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ബാറ്ററി പെർഫോമൻസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആണ്. ബാറ്ററി ഹെൽത്ത് 73 തന്നെയാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ എൻ്റെ iOS 26.4.2 ഫോളോ അപ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ പ്രൈമറി ഫോണിൽ 98 നിന്ന് 95 ഒരു ഫാസ്റ്റ് ഡ്രെയിനിങ് ആണ് വന്നത്. ഈ ബെയ്റ്റാസ് എല്ലാം യൂസ് ചെയ്തിട്ടും എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 73% തന്നെ ബാറ്ററി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റുന്നുണ്ട്. സോ അപ്ഡേഷൻ ചെയ്യുമ്പോഴും ബാറ്ററി യൂസ് ബെറ്റർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ആൻഡ് നിങ്ങൾക്കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും 92% ആണ് ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ മുമ്പായിരുന്നു 100% ഉണ്ടായിരുന്നത്. 8% ഏകദേശം 1 hour കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. ആൻഡ് തേർമൽ മാനേജ്മെൻറ്റ് അൺബിലീവബിൾ ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും എൻ്റെ ഡിവൈസിൽ ഒരു തരി പോലും എനിക്ക് ചൂട്
ഫീൽ ചെയ്യുന്നില്ല. അത് സൈഡ് ഗ്രിൽസിലായിക്കോട്ടെ ബാക്കിലായിക്കോട്ടെ എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുക, ഗെയിമിങ് ചെയ്യുക എന്നീ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഔട്ട്ഡോർ യൂസ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ചൂടാവുന്നത് നോർമൽ തന്നെയാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.5ൻ്റെ ആർട്സ് റിലീസിലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഏറ്റവും പുതിയ ആപ്പിൾ കോണ്ടന്റ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതേപോലെ കിടിലം വാൾപേപ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ എവിക്ക കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. എല്ലാ വീഡിയോസിന് ശേഷവും ഞാൻ വാൾപേപ്പേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Bin Sevia signing from Evika.